ഷവോമിയുടെ ഷവോമി പാഡ് 6 മാക്സ് എന്ന പുതിയൊരു ടാബ്ലറ്റ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഷവോമി പാഡ് 6 മാക്സ് എന്ന ടാബിനെ പറ്റിയിട്ടാണ്. ആദ്യം നമ്മൾ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ ഷവോമി പാഡ് 6 മാക്സിൽ 14 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ആണ് വരുന്നത്. വളരെ വലിയൊരു ഡിസ്പ്ലേ സൈസും കാര്യങ്ങളൊക്കെ ഈ ടാബിൽ വരുന്നുണ്ട്. 2.8K ഡിസ്പ്ലേ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അതായത് റെസൊല്യൂഷൻ വരുന്നത് 2880x1800 ആണ്. LCD പാനലാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഒരു ടാബ് 43,600 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ AMOLED ഡിസ്പ്ലേ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായേനെ. എന്നാലും LCD ഡിസ്പ്ലേ വലിയൊരു പ്രശ്നമായിട്ട് പറയാൻ പറ്റില്ല. പിന്നെ ഈ ഒരു ഡിസ്പ്ലേയിൽ 10-bit ഡിസ്പ്ലേ, ഡോൾബി വിഷൻ ഇതുപോലുള്ള ഫീച്ചേഴ്സൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ഈ ടാബിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 240 ഹെർട്സിൻ്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റും ഇതിൽ വരുന്നുണ്ട്. പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 600 നിറ്റ്സ് ആണ്. ഈ ഒരു ടാബിൻ്റെ ഫ്രണ്ടിൽ ഗൊറില്ല ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് മൊത്തത്തിൽ നോക്കുമ്പോൾ വലിയ തരക്കേടില്ല എന്ന് പറയാം. എന്നാലും AMOLED ഡിസ്പ്ലേ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായേനെ. ഈ ഒരു ടാബിൻ്റെ വെയിറ്റ് വരുന്നത് 750 ഗ്രാമാണ്. തിക്നെസ് വരുന്നത് 6.53 mm ആണ്. പിന്നെ ഈ ഒരു ടാബിൽ കീബോർഡിൻ്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ സ്റ്റൈലസ് പെന്നിൻ്റെ സപ്പോർട്ടും വരുന്നുണ്ട്. ഈ ഒരു ടാബിൻ്റെ ഒരു ബ്ലാക്ക് കളർ വേരിയൻറ്റും അതുപോലെ തന്നെ സിൽവർ കളർ വേരിയൻറ്റും ഇപ്പം അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഇനി പ്രോസസ്സറിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ സ്നാപ്ഡ്രാഗൺ 8+ Gen 1 എന്ന പ്രോസസ്സർ ഈ ടാബിൽ കൊടുത്തിട്ടുണ്ട്. ഇത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സർ എന്നല്ല, എന്നാലും തൊട്ട് മുമ്പുള്ള ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സറാണ്. അപ്പം അത്യാവശ്യം നല്ല പെർഫോമൻസും കാര്യങ്ങളൊക്കെ കിട്ടേണ്ടതാണ്. 43,600 രൂപ പ്രൈസ് റേഞ്ചിൽ ഇത് അത്യാവശ്യം നല്ലൊരു പ്രോസസ്സറൊക്കെ തന്നെയാണ്. പിന്നെ ഈ ഒരു ടാബിൻ്റെ ബേസ് വേരിയൻറ്റിൽ 8GB റാമും 256GB ഇൻറ്റേർണലാണ് വരുന്നത്. 12GB റാമും 256GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന ഒരു വെർഷനും 12GB റാമും 512GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന വെർഷനും അതുപോലെ തന്നെ 16GB റാമും 1TB ഇൻറ്റേർണലുമായിട്ട് വരുന്ന ഒരു വെർഷനും വരുന്നുണ്ട്. LPDDR5Xൻ്റെ റാമും UFS 3.1 സ്റ്റോറേജ് ടൈപ്പും ഈ ടാബിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ 8 സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ ഈ ടാബിൽ വരുന്നുണ്ട്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. ഡോൾബി അറ്റ്മോസിൻ്റെ സൗണ്ടും ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. Android 13 ബേസിലുള്ള MIUI സോഫ്റ്റ്വെയർ ആണ് ഈ ടാബിൽ വരുന്നത്. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ടാബിൻ്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. 50 മെഗാപിക്സലിൻ്റെ f1.8 അപ്പേഴ്സിൽ വരുന്ന മെയിൻ ക്യാമറ സെൻസറാണ് ഈ ടാബിൽ വരുന്നത്. 2 മെഗാപിക്സൽ ഒരു ഡെപ്ത് സെൻസറും വരുന്നുണ്ട്. പിന്നെ ഈ ഒരു ടാബിൻ്റെ ഫ്രണ്ടിൽ 20 മെഗാപിക്സൽ സെൽഫി ക്യാമറ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഒരു 3D TOF ലെൻസും കൊടുത്തിട്ടുണ്ട്. ഇത് കൂടാതെ ഒരു LED നോട്ടിഫിക്കേഷൻ ലൈറ്റ് വരുന്നുണ്ട്. ഇപ്പോൾ ക്യാമറ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ലൈറ്റ് നമുക്ക് ഒരു ഇൻഡിക്കേഷൻ നൽകുന്നതായിരിക്കും. ഇനി ബാറ്ററിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 10,000 mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. വളരെ മികച്ച ബാറ്ററി കപ്പാസിറ്റി ഇതിൽ വരുന്നുണ്ട്. അത് കൂടാതെ 67 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും ഇതിൽ വരുന്നുണ്ട്. നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ 33 വാട്ടിൻ്റെ റിവേഴ്സ് ചാർജിങ് എന്നുള്ള ഫീച്ചറും വരുന്നുണ്ട്. അതായത് ഒരു വയർ ഉപയോഗിച്ചിട്ട് ഈ ഒരു ടാബ് വെച്ചിട്ട് മറ്റ് ഡിവൈസുകൾ നമുക്ക് ചാർജ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ 33 വാട്ടിൻ്റെ റിവേഴ്സ് ചാർജിങ് എന്നുള്ളത് നല്ലൊരു കാര്യം തന്നെയാണ്. Type-C ചാർജിങ് പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ബാറ്ററി സെറ്റപ്പും ഈ ഒരു ടാബിൽ വരുന്നുണ്ട് എന്നൊക്കെ പറയാവുന്നതാണ്. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ ഈ ഒരു ടാബ്ലറ്റ് ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടില്ല. ഇപ്പോൾ ചൈനീസ് മാർക്കറ്റിലാണ് ഈ ടാബ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ചൈനീസ് മാർക്കറ്റിൽ ഈ ടാബ് ലോഞ്ച് ചെയ്തിരിക്കുന്നത് 3,899 യുവാൻ എന്ന പ്രൈസിങ്ങിലാണ്. അതായത് 43,600 രൂപ പ്രൈസ് റേഞ്ചിൽ. ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ പറഞ്ഞിട്ടുള്ള ഫീച്ചേഴ്സ് എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ അത്യാവശ്യം തിരക്കേടില്ലാത്ത ഫീച്ചേഴ്സാണ് എന്നൊക്കെ തന്നെ പറയാവുന്നതാണ്. അത്യാവശ്യം നല്ലൊരു പ്രോസസ്സർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡിസ്പ്ലേയിൽ AMOLED ഡിസ്പ്ലേ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായേനെ. ഓൺ പേപ്പർ തിരക്കേടില്ലാത്ത ക്യാമറ സ്പെസിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ബാറ്ററി സെറ്റപ്പും കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് തിരക്കേടില്ലാത്തൊരു ടാബാണ് എന്നൊക്കെ പറയാവുന്നതാണ്. ഇനി ഈ ടാബ് ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുമെന്ന് വെച്ചാൽ ചിലപ്പം ലോഞ്ച് ചെയ്തേക്കാം. എന്തായാലും കൺഫർമേഷൻസ് ഒന്നും ഇപ്പം പുറത്ത് വന്നിട്ടില്ല. ഇന്ത്യയിലെ ലോഞ്ച് ഡേറ്റിനെ പറ്റിയിട്ടുള്ള ന്യൂസുകളൊക്കെ പുറത്ത് വരുമ്പം അതിനെ പറ്റിയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പം അതുപോലുള്ള വീഡിയോസൊക്കെ കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. എന്തായാലും ഷവോമി പാഡ് 6 മാക്സ് എന്ന പുതിയൊരു ടാബ്ലറ്റ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. വലിയ തിരക്കേടില്ലാത്ത ഫീച്ചേഴ്സ് ഈ ടാബിൽ വരുന്നുണ്ട് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ എന്നൊക്കെ പറയാവുന്നതാണ്. ഈ ഒരു ടാബിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇന്ത്യൻ മാർക്കറ്റിൽ ഈ ടാബ് ലോഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പം ഈ ഒരു ടാബ് ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു 50,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ആയിട്ട് ലോഞ്ച് ചെയ്തേക്കാം. കൺഫർമേഷൻസ് ഒന്നുമില്ല, ജസ്റ്റ് നമ്മുടെ ഒരു എക്സ്പെക്റ്റേഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ.